നിങ്ങളുടെ ഫ്രണ്ട്സ് ഗെയിമിംഗ് 3.0 ചാനലായിട്ട് ബാക്കപ്പ് ആയി 1 ഇയർ ഗൈസ്. ഒരു വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. കുറേ ദിവസങ്ങൾ കടന്നു പോയി, ദിവസങ്ങൾ പോയതൊന്നും അറിഞ്ഞില്ല. ഇപ്പം തന്നെ സ്കൂൾ അടുത്ത ഈ വർഷം തീരാറായി. എന്തോ കാട്ടുക, പരീക്ഷയാണ് ഈ 9-ാം തീയതി. അപ്പോൾ ഇങ്ങനെയൊക്കെയോ പോകുന്നു. അപ്പോൾ നമ്മളുടെ വീഡിയോ സ്പോട്ടിലാണെങ്കിൽ കുറേ അധികം അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. മെയിൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ പുറത്താണ്. പിന്നെ വീടിനകത്ത് വലിയ അപ്ഡേറ്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ചെറുതായിട്ട് കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. മെയിൻ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫിഷ് ടാങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. നമ്മൾ ഫസ്റ്റായിട്ട് ചാനലിൽ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേയുടെ വീഡിയോ തുടങ്ങിയ സമയത്ത് നമ്മൾ ആദ്യമായിട്ട് വീഡിയോ എടുത്ത് ഇവിടെ ഇരുന്നായിരുന്നു. ആ സമയത്ത് നമ്മൾ ഈ സൈഡൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സൈഡ് ഇപ്പോൾ ഇത്ര സെറ്റായിട്ടുണ്ട്. സോ എന്തായാലും അത് നമുക്ക് നോക്കണം ഗൈസ്. കാരണം കുറച്ചുകൂടെ നല്ലൊരു ഫേസ് ക്യാമൊക്കെ ഉള്ളൊരു സ്ക്രീൻ റെക്കോർഡർ ആപ്പ് എന്തായാലും കണ്ടുപിടിക്കണം. കാരണം ഞങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതിൽ മറ്റേ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ലാഗ് പക്ഷേ അത് PC തന്നെയാണ്. പക്ഷേ മെയിൻ കാര്യം ലാഗ് വരാൻ ഫേസ് ക്യാം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഫേസ് ക്യാം ഓഫ് ചെയ്തിട്ട് ലാഗൊന്നുമില്ല, നമ്മളെ ഗെയിമിംഗ് ഒക്കെ ഫുള്ളായിട്ട് കിട്ടിക്കോളും. പിന്നെ ഈ ഒരു ഫേസ് ക്യാമിനാണ് ലാഗ് വരുന്നത്. സോ എന്തായാലും നമുക്ക് ഫേസ് ക്യാം ഓഫ് ആക്കിയിട്ടിട്ട് എന്തായാലും നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ ഗെയിമിംഗ് വീഡിയോസ് ഇട്ടിരിക്കും. അതുപോലെ ഫ്രീ ഫയറിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടണം. അതിന് പറ്റിയിട്ടുള്ള സെറ്റ് സ്ക്രീൻ റെക്കോർഡർ ആപ്പുകളും 2 തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഫ്രീ ഫയറിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഫുൾ പവറായിട്ട് നമ്മൾ അതിൻ്റെ വീഡിയോസ് ഇടും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പണ്ടത്തെ സ്ഥലമല്ല. പണ്ട് എങ്ങനെയാണോ ഇരുന്നത് അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. പണ്ടത്തെ ഒരു വീഡിയോയോ അല്ല ക്ലിപ്പ് കിടപ്പുണ്ടെങ്കിൽ ഞങ്ങൾ അതും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കാണിച്ചു തരാം എത്രത്തോളം ഇവിടെ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന്. സോ നമുക്ക് എന്തായാലും നേരെ ആ ഒരു അപ്ഡേറ്റിലേക്ക് പോയത് കണ്ടിട്ട് മെയിൻ നമുക്കൊരു ഗസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ പുതിയതായിട്ട്. സോ ഇരിക്കുന്നു വീടാണ്. പുള്ളിക്കാരി ഇച്ചിരി അനോയിങ് ആയിരിക്കും, കാരണം ഫുഡ് കാണിച്ചിട്ടാണ് നമ്മൾ നിർത്തിയേക്കണേ. അതിൻ്റെ ഒരു ഇതാണ്. സോ ഇവിടെ മാറ്റിയിട്ട് വേണം ഫുഡ് കൊടുക്കാനായിട്ട്. സോ ഇതാണ് നമ്മുടെ ഫുഡ്. ഇവളുടെ പേര് ഇസാണ്, ഗോൾഡൻ റിട്രീവർ ബ്രീഡ്, ഫീമെയിലാണ്. പിന്നെ പ്രത്യേകിച്ച് വലിയ കുഴപ്പമില്ല, പുള്ളിക്കാർ ഭയങ്കര ആക്റ്റീവാണ്. 3 മന്ത് ഉണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടാ. ആളാണെന്ന് വരയ്ക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി അപ്ഡേറ്റ് ഒക്കെ കാണിക്കാം. അപ്ഡേറ്റും കാര്യങ്ങളും വന്നേക്കണത് മെയിനായിട്ട് നമ്മുടെ ഫിഷ് ഫാമിലോട്ടാണ്. ഇവിടെ നൈസായിട്ട് ഒരു ഓല വേണമെന്നോ വേണ്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ ഓക്കെ. ഇവിടെ നമ്മുടെ ഫാമും കാര്യങ്ങളും നമ്മളിതാ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കാണാൻ പറ്റും നമുക്ക്. ഇതിനകത്ത് ഷാർക്കുണ്ട്. ഇതിനകത്ത് നമ്മുടെ ഷാർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് കൊടുക്കുന്നത് വെയിലാണ്. ആ ഒരു മൂലക്ക് ദേ വരുന്നുണ്ടോ. അവിടെ 3 ഷാർക്ക് എന്തുണ്ട്, 4 ഷാർക്ക് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അവിടെ അറ്റത്ത് 2 എണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ 2 എണ്ണം ഉണ്ട്, അവിടെ 2 എണ്ണം ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്തൊക്കെ ഗപ്പിക്കാണ്. സെയിം ബ്രീഡ് ഗപ്പീസാണ്. ടാങ്ക് കുറേടാ ടാങ്ക്. ഇത് നമ്മൾ സെക്കൻഡ് ഫിഷ് ടാങ്ക് ആണ്. ഇതിൽ 2 ബ്ലാക്ക് മോളിയും 2 വൈറ്റ് മോളിയും 3 കബൂർക്ക ഷാർക്കും. അല്ല ഷാർക്കല്ല, കാർപ്പ്. ഗോൾഡ് ഫിഷ് അല്ല, കാർപ്പ്. 2 കാർപ്പും ഉണ്ട് ഇതിനകത്ത്. അത്രയാണ് ഈ ഒരു ടാങ്കിൽ. പിന്നെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നേക്കുന്നത് ഗോൾഡ് ഫിഷിനെയാണ്. ഇവിടെ 2 ഇതൊരു ജോഡിയല്ലേ, മെയിൽ ഫീമെയിലും അല്ലേ. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ജോഡി ഗോൾഡ് ഫിഷിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വീടിനകത്ത് ഒരു 2 ജോഡി ഏഞ്ചൽ ഫിഷും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഒരു സെറ്റായിട്ടുള്ള ഇതാണ് പ്രശ്നമാണ്. കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് നമ്മളുടെ ഇവിടെ 2 ഓസ്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോഴും 2 ഉണ്ട്. പക്ഷേ പണ്ടത്തെ 2 അല്ല, 2 പണ്ടത്തെ 2 ഒരാൾ എന്തായാലും നമ്മളെ വിട്ടുപോയി. ഇവർ പകരമായിട്ട് നമ്മളിത് ഒരു ടൈഗർ ഓസ്കാറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, പുള്ളിക്കാരെ കൊണ്ടുവന്നപ്പോൾ ഇച്ചിരി ഉണ്ടായിരുന്നു. ഇപ്പോഴേ ഒരുവിധം വലിപ്പം വെച്ച്
അതെ പുതിയ ആളെ ഇയാളെയൊക്കെ നോക്കുവാണെങ്കിൽ നോക്കിയ മോനെ. ഓ അതിന്റെ ഇടയിലുണ്ട് കേട്ടോ ഒരു ഓസ്കാർ. ഇവിടെ വെക്കി ഇതല്ല. ആള് ഭയങ്കര സീനാണ് കേട്ടോ. കൈ പിടിക്കാൻ ഇവിടെ ഉണ്ട്. ചെറുതിനെ വേണമെങ്കിൽ ഞങ്ങൾ പിടിച്ച് കാണിച്ചു തരാം. വലുതിനെ പിടിക്കാൻ പറ്റത്തില്ല ഗൈസ്. പുള്ളിക്കാരൻ നിന്ന് തരൂല. ചെറുതിനെ നമുക്ക് വേണമെങ്കിൽ പിടിക്കായിരുന്നു. പക്ഷെ അവര് അവിടെ ഒരുമിച്ച് നിൽക്കുന്നോണ്ട് കിട്ടത്തില്ല. ഡാനി അവൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന കിട്ടണില്ലടാ. ആളവിടെ കറങ്ങി നമുക്ക് എടുക്കാനില്ല. എന്തായാലും നമുക്കത് വേറൊരു ഷോർട്സ് ഇവന്മാരുടെ ഫീഡിങ് ഒക്കെ കാണിച്ചു തരാം. ചെറുത് ഫൈറ്റിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. വലിയ ആളെന്തായാലും ഒരുവിധം ഇതായിട്ടുണ്ട്. പിന്നെ ചെറുത് ചെമ്മീനൊക്കെ കഴിക്കോട്ടോ. ചെമ്മീനൊക്കെ കഴിക്കും. എന്നാലും മറ്റേ ഹാൻഡ് ഫീഡിങ് നടക്കത്തില്ല. വെറുതെ ഇട്ട് കൊടുത്താലേ കഴിക്കത്തുള്ളൂ. പിന്നെ വലിയ ആള് ഹാൻഡ് ഫീഡിങ് ഒക്കെ കഴിച്ചോളും. പിന്നെ ഇതിനകത്ത് ഇച്ചിരി വേസ്റ്റ് ഒക്കെ ഉണ്ട്. ടാങ്കൊക്കെ ക്ലീൻ ആക്കാൻ ടൈമായി. അതൊക്കെ എന്തായാലും ചെയ്യണം. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഓഫ് ക്യാമറയിൽ നീട്ടായിട്ട് വരും. അത്രയാണ് നമ്മൾ പുറത്തൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. ഇതിനു മുമ്പും ഇതിനെ പറ്റി തന്നെ ഞങ്ങൾ ഒരു വീഡിയോ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്താ ആ വീഡിയോ എന്താ പറയാ കറക്റ്റായി പോയി. കിട്ടുന്നില്ലായിരുന്നു. ആ ഒരു ബ്ലാക്ക് എറർ ടൈപ്പ് വന്നിട്ടുണ്ട്. 3-5 പേര് കണ്ടായിരുന്നു. ഇട്ടപ്പോ തന്നെ ഫുൾ ആക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 3-5 പേര് കണ്ടെത്തുന്നുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് സ്ക്രീനൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളതിന്റെ ഇൻട്രോയോ ഔട്ട്രോയോ ഒക്കെ കിട്ടി. ബട്ട് നമ്മ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളൊന്നും അതിനകത്ത് കാണാനില്ല. പിന്നെ വീടിന്റെ ഇൻസൈഡ് ഇതൊന്നുമില്ല. ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ കൊണ്ടുവന്നേക്കുന്ന അപ്ഡേറ്റ്സ്. പിന്നെ ഒരെണ്ണം ഉള്ളത് നമ്മൾ അവിടെ പുതിയ ടൈലൊക്കെ ഇട്ട് പവർ ആക്കിയിട്ടുണ്ട്. ആ ഒരു മണ്ണൊക്കെ അങ്ങ് മാറ്റി ഫുൾ ടൈലിട്ടിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് കുറച്ച് ഏരിയ ഇട്ടിട്ടില്ല. എന്തായാലും ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഫുള്ളായിട്ട് ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് ഇവിടെ ഇവിടെയൊക്കെ ഫുൾ ടൈലിട്ട് നമ്മൾ സെറ്റ് ആക്കിയൊക്കെയാണ്. നടക്കാൻ നല്ല ഇതുണ്ട്. ഇനി ഇതായിരിക്കും നമ്മളുടെ ഇൻട്രോ പ്ലേസ്. പിന്നെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ചെടിയൊക്കെ എന്തായാലും നമ്മ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. അതിനകത്ത് ഇവിടേക്ക് ഇരുന്ന ചെടിയൊക്കെ എടുത്ത് നമ്മളിതാ ഈ ഒരു സൈഡിലോട്ട് മാറ്റിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുപ്പിച്ച് നമുക്കറിയാം ഇവിടെ ഒരു മറ്റേ പൂവൊക്കെ ഉള്ള വലിയ ഒരു മരം പോലത്തെ ഒരു ചെടി ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളെടുത്ത് മാറ്റി കളഞ്ഞു. എന്നാലും ടൈലിടാൻ പറ്റത്തില്ലായിരുന്നു. അല്ലെങ്കിൽ മാറ്റത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഓട്ടയൊക്കെ അടച്ചു. ഇവിടെ ഇത് പണിഞ്ഞു. പിന്നെ നമ്മളുടെ മതിലൊക്കെ പണിഞ്ഞ് ഈ ഒരു സൈഡൊക്കെ മതിലുണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയാൻ പറ്റും. മറ്റേ ആ ഒരു വേലായിരുന്നു. മറ്റേ പച്ചക്കളർ ഒരു ഷീപ്പില്ലേ വെയിൽ അത് തന്നെ അതായിരുന്നു ഇവിടെ. അത് മാറ്റി നമ്മളിതാ മതിലും പണിഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് പിന്നെ ഓൾറെഡി മതിലുണ്ടായിരുന്നു. അത് അപ്പുറത്ത് പണിഞ്ഞ സമയത്ത് നമ്മൾ നേരത്തെ പണിഞ്ഞു വെച്ചേക്കുവാണത്. പിന്നെ വേറെ പ്രത്യേകിച്ച് അപ്ഡേറ്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ക്യാമറ പിന്നെ ഇടക്ക് ഇന്നലെയും മിന്നാട്ടാണ് ഞങ്ങൾ ഒരു ഇതിനു മുമ്പ് ഇത് തന്നെ ഞങ്ങൾ ഒരു വട്ടം എടുത്തെന്ന് പറഞ്ഞില്ലേ. അത് ഇന്നലെയായിരുന്നു. ഇന്നലെ പിന്നെ പറയണ്ട. എൻ്റെ അമ്മ ഫുൾ സെറ്റായിരുന്നു. ഞങ്ങളും ഡാഡിയൊക്കെ കൂടി രാത്രി സിനിമക്ക് പോയി ഫുഡ് മജ്ലിസിൽ ചെന്ന് മന്തി അടിച്ച് രാത്രി 1 മണിയായപ്പോൾ തിരിച്ച് വീട്ടിൽ വന്ന്. എൻ്റെ അമ്മ ഇന്നലെ രാത്രി ഫുള്ള് വിഷയമായിരുന്നു. ഞങ്ങൾ പോയത് ഏറാം 3D മൂവിക്കാണ്. ഫുൾ സെറ്റായിരുന്നു. എന്താ പറയുക, ഞങ്ങൾ മുതൽ കൂടെ സീറ്റിൽ കണ്ണാടിയൊക്കെ വെച്ചിരുന്ന സിനിമ ഉണ്ട്. എൻ്റെ അമ്മ ഒന്നും പറയാനല്ല, വിഷയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പോയി കണ്ടോട്ടോ. കാരണം സെറ്റ് സിനിമയാണ്. അതിനകത്ത് ടൊവിനോക്ക് 3 ആക്ടിങ് ആണുള്ളത്. അതിനകത്ത് മണിയെന്ന് പറയുന്ന ഒരു ആക്ടിങ് ഉണ്ട്. എൻ്റെ അമ്മ ടൊവിനോയ്ക്ക് ഇത്രയും നന്നായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുമെന്ന് ആരും വിചാരിച്ചാണല്ലോ അല്ലടാ. ഇത്രയും നന്നായിട്ട് ടൊവിനോ ആക്ട് ചെയ്യുന്ന കുറച്ച് ദിവസം കൂടെ കാണുള്ളൂ തിയേറ്ററിലൊക്കെ. അപ്പം മാക്സിമം എല്ലാവരും ഇപ്പം തന്നെ ഇന്ന് കാണാൻ നോക്കുക. അതുപോലെ തന്നെ വിഷയമായിരിക്കും സിനിമ. നല്ല എക്സ്പീരിയൻസ് ആണ്. മാക്സിമം 3D കാണാൻ നോക്കുക. 3Dക്ക് പിന്നെ അതിൻ്റേതായിട്ടുള്ള പ്രൈസ് റേഞ്ച് വേറെ ഉണ്ട്. എന്നാലും 3D അടിപൊളിയാണ്. അതിനകത്ത് വരുന്ന എഫക്ട്സ് ഒക്കെ ഭയങ്കര സീനാണ്. ഞങ്ങൾ കണ്ടപ്പോൾ വളരെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ഏറാം. സോ എന്തായാലും നിങ്ങൾ ബെസ്റ്റ് ഞങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ എന്തായാലും പോയി കണ്ടേക്കുക. സെറ്റ് മൂവിയാണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്.
ഇപ്പം എൻ്റെ ഒപ്പം ഉള്ളത് നമ്മുടെ ഡാനിയാനും എൻ്റെ അനിയനുമാണ്. നമ്മൾ മൂന്നുപേരും കൂടെയാണ് ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തേക്കണം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിന് നല്ല വീഡിയോസുമായി ഫ്രണ്ട്സ് ഗെയിമിംഗ് 3 ആയിട്ട് ഞാനും വരും, ഡാനിയാനും വരും. നമ്മളെല്ലാവരും ജോളിയായിട്ട് ഈ ചാനൽ അടിപൊളിച്ചിരിക്കും. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.